കുട്ടികൾ പഠിക്കാനിരിക്കുന്ന സമയത്താണ് ദാഹം, വിശപ്പ്, ഉറക്കം, മൂത്രമൊഴിക്കാൻ പോക്ക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അല്ലെങ്കിൽ ആ പെൻസിൽ തന്നെ വേണം, ഈ കളർ തന്നെ വേണം, ഇങ്ങനെ തന്നെ വേണം, ആ ബുക്സ് തന്നെ വേണം, അത് അവിടെ ഉണ്ട്, ഞാൻ തന്നെ പോയിട്ട് എടുക്കണം, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളൊക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ് പഠിക്കാനിരിക്കുന്ന സമയം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മളുടെ പാരൻസായി നമ്മൾക്ക് എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും നമ്മൾ ദേഷ്യം വരാൻ തുടങ്ങും, കുറച്ച് ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങും, പേടിപ്പിക്കാൻ തുടങ്ങും, അടിക്കാൻ തുടങ്ങും. ഇങ്ങനെയുള്ള കലാപരിപാടികളും അവിടെ നടക്കും എന്നുള്ളതാണ്. അതോടുകൂടി വലിയ ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുട്ടികൾക്ക് പഠനം എന്ന് പറഞ്ഞ പ്രോസസ്സിനോട് വീണ്ടും 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 മടുപ്പായി തുടങ്ങും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എന്താണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും കുട്ടി നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുൻപെങ്കിലും കുട്ടികൾക്ക് നമ്മൾ ആ ഇൻഫർമേഷൻ കൊടുക്കണം. പിന്നെ അവരുടെ അടുത്ത് പറയാം, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 7 മണിക്കാണ് പഠിക്കാൻ ഇരുത്തുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 6:45 ആയിരിക്കാണ്, ഇനി 15 മിനിറ്റും കൂടെ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ നീ കളിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിർത്തി പഠനത്തിലോട്ടേക്ക് വരേണ്ട സമയമാണെന്നുള്ളൊരു മെസ്സേജ് നമ്മൾ കൊടുക്കുക. പഠിക്കാൻ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? പഠിക്കാൻ ഇരുത്തുന്നതിന് മുൻപേ തന്നെ അവരുടെ അടുത്ത് ചോദിക്കുക, വെള്ളം കുടിക്കണോ, വേണമെങ്കിൽ പോയി ഇപ്പം തന്നെ കുടിക്കുക, പഠിക്കാൻ ഇരുത്തി കഴിഞ്ഞാൽ ഞാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. മൂത്രയിക്കണമെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്ത് എല്ലാം ചെയ്യിപ്പിച്ചതിന് ശേഷം കുട്ടിയെ കൊണ്ടിരുത്തുക എന്നുള്ളതാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇരുത്തുക. ഇനി ഇരുത്തുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ഒരു ഹാഫ് ആൻ അവറോ അല്ലെങ്കിൽ 1 അവറിലുള്ള ടാസ്ക് അങ്ങനെ ഒറ്റയടിക്ക് കൊണ്ടുപോകാതെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ആ ബുക്ക് ഒരു പാരഗ്രാഫ് വായിക്കുന്നെങ്കിൽ 2 ലൈൻസ് 3 ലൈൻസ് വായിച്ചതിന് ശേഷം ഒരു ചെറിയൊരു ബ്രേക്ക് കൊടുക്കുക. ഓക്കെ, നൗ യു ക്യാൻ ടേക്ക് ദ ബ്രേക്ക് എന്നുള്ള പോലെ നമ്മൾ കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത ലൈൻസ് ഇങ്ങനെ വായിച്ച് കൊണ്ടുവരാമെന്നുള്ള ഒരു പ്രോസസ്സ് ചെയ്യാം. എല്ലാം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളുടെ ഒരു ക്ഷമയുടെ നെല്ലിപ്പല കങ്ങ് പൊട്ടിത്തെറിക്കുന്ന ഒരു അവസ്ഥയിലോട്ടേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് വീണ്ടും കുട്ടികളെ മടുപ്പുണ്ടാക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചില കുട്ടികൾ പറയും, 2-3 ലൈൻ വായിക്കുന്ന സമയത്ത് അവർ പറയും മതി, സ്റ്റോപ്പ്, എനിക്ക് പറ്റുന്നില്ല, സ്റ്റോപ്പ് എന്ന് പറയും. അപ്പം നമ്മൾ പറയണം, ഇല്ല, ഈ 2 ലൈനും കൂടെ വായിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാം, വായിക്കും. അപ്പോൾ കുട്ടി പറയില്ല, വാശി പഠിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഫേസിലോ നമ്മളുടെ ശബ്ദത്തിലോ യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ നല്ല കാമൻ കോയിട്ടായിട്ട് തന്നെ നമ്മൾ പറയാം. ക്ഷമയോടുകൂടി നമ്മൾ പറയേണ്ട കാര്യമാണ്, ഈ 2 ലൈനും കൂടെ വായിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. വീണ്ടും ആവർത്തിക്കുന്നു, നമ്മൾ വീണ്ടും ഇത് തന്നെ പറയുന്നു, ഈ 2 ലൈനും കൂടെ വായിച്ചതിന് ശേഷം നമ്മൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെയാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ നമ്മൾക്ക് ഗ്രാജ്വലി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അറിയാം, ഇനി ഒരു രക്ഷയില്ല, ഇങ്ങനെയാണ് നമ്മൾ പോവേണ്ടത് എന്നുള്ളത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു എവ്രിവൺ.